സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. കൊല്ലും കൊലയും കൊള്ളിവെപ്പും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഭയമില്ലാതെ മനുഷ്യന് പുറത്തിറങ്ങാൻ സാധ്യമല്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങൾ പോലും ഏറ്റവും ഭയാശങ്കകളോടെ നടക്കേണ്ടുന്ന സ്ഥാനങ്ങളായി മാറിപ്പോയിരിക്കുന്നു. പഴയ കാലത്ത് വലിയ വലിയ പട്ടണങ്ങളിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. സ്വസ്ഥമായോ സമാധാനമായോ ഉറങ്ങാൻ സാധ്യമല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. കുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത നിലയിലേക്ക് സമൂഹം വഴിമാറി സഞ്ചരിക്കുന്നു. വല്ലാത്തൊരു കാലത്തിൽ നാം ജീവിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട അരക്ഷിതാവസ്ഥയിലുള്ള അതിഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഓരോ ദിവസവും നാം കാണുകയും അറിയുകയും ചെയ്യുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ്. മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിക്കുന്നു. അതിക്രൂരമായ കൊലപാതകങ്ങൾ, കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത അധമന്മാരായിട്ടുള്ള ആളുകളുടെ നിഷ്ഠൂരമായ പ്രവൃത്തികൾ നാം കാണുകയാണ്. ലോകത്തിൽ മനുഷ്യരുടെ ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും. അത്രമാത്രം ഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വാസ്തവത്തിൽ സമൂഹത്തെ കൃത്യമായി മുൻപോട്ട് നയിക്കേണ്ടുന്നത് ജുഡീഷ്യറി, ഡെമോക്രസി, പാർലമെന്ററി സംവിധാനങ്ങളൊക്കെ കൂടിയാണ്. എന്നാൽ ഇതിലേതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന അപര്യാപ്തത മറ്റ് രണ്ട് ഘടകങ്ങളെയും ബാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്തായിരുന്നാലും അതിഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നാം ഭവനത്തിനുള്ളിലിരിക്കുമ്പോഴും വെളിയിലേക്കിറങ്ങി നാം സഞ്ചരിക്കുമ്പോഴും ജോലിസ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും യാത്രകൾക്കിടയിലുമെല്ലാം നാം സമാധാനം നഷ്ടപ്പെട്ടവരായി തീരുന്നു. ഏതൊരു സമയത്തും അക്രമം നടക്കാം എന്നുള്ള ചിന്ത നമ്മെ വല്ലാതെ അലട്ടുന്നു. ഭവനത്തിനുള്ളിൽ പോലും ആരും സുരക്ഷിതരല്ല എന്നുള്ളത് സമീപകാലങ്ങളിലുണ്ടായ അനേക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുകയാണ്. സമാനമായ ഒരു സാഹചര്യം തിരുവെഴുത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. വളരെ സന്തോഷത്തോടെയാണ് സൃഷ്ടിച്ചത്. അവൻ്റെ പാർപ്പിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും ദൈവം ക്രമീകരിച്ച് നൽകി. ഭൂമിയെ ഏറ്റവും മനോഹരമാക്കി പാർപ്പിനായി ദൈവം നിർമ്മിച്ച് ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഏദൻ തോട്ടത്തിൽ അവനെ ആക്കി. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഭയാനകമായ നിലയിലേക്ക് അവൻ മാറിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? ഒരു വലിയ ജലപ്രളയം കൊണ്ടുവന്നു. യഹോവയുടെ കൃപ ലഭിച്ച നോഹയും കുടുംബവും അല്ലാതെ മറ്റൊരാളും ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. നോഹയും ഭാര്യയും നോഹയുടെ 3 പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ മാത്രം ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവം അവരോട് കൽപ്പിച്ച മാതൃക പ്രകാരം അവർ ഒരു പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിൽ അവർ കയറുകയും ദൈവം അതിൻ്റെ വാതിലടയ്ക്കുകയും ചെയ്തു. അവരോടുകൂടെ ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ച ദൈവം തിരഞ്ഞെടുത്ത മൃഗങ്ങളും പർവ്വജാതികളും ഇഴജാതികളും മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയുള്ള എല്ലാവരും ജലപ്രളയത്തിൽ പട്ടുപോയി. ദൈവം സ്നേഹവാനായ ദൈവമാണെങ്കിലും അവിടുന്ന് കോപിഷ്ഠനായ ദൈവം കൂടെയാണ്. പാപിയെ അവിടുന്ന് സ്നേഹിക്കുന്നു, എന്നാൽ അവിടുന്ന് പാപത്തെ വെറുക്കുന്നു. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപിയെ സ്നേഹിക്കുന്ന ദൈവം പാപത്തെ വെറുക്കുന്നു, കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. സകല മനുഷ്യവർഗവും പാപികളായി അധപ്പതിച്ചുപോയി. ആദാമ്യ ലംഘനത്താൽ എല്ലാ മനുഷ്യരും പാപികളായി ലോകത്തിലേക്ക് ജനിക്കുന്നു. അങ്ങനെ ജനിക്കുന്ന പാപിയായ മനുഷ്യൻ മരണത്തിന് അധീനനാണ്. മരണം 2 നിലകളിലുണ്ട്. ഒന്ന് ശാരീരിക മരണവും രണ്ടാമത്തേത് നിത്യമായ മരണവും. നിത്യമായ മരണം എന്ന് പറയുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതിനെയാണ്. ദൈവത്തോട് കൂടെ നടന്ന് യഹോവയുടെ കൃപ ലഭിച്ച നോഹയും കുടുംബവും അതിഭയാനകമായ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക രക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവിടുന്ന് കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട്. വിശ്വാസത്താൽ ഈ രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.
നിന്നകൃത്യങ്ങളൊക്കെയും മോചിച്ചിടുന്നു താൻ. ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. നിന്നകൃത്യങ്ങളൊക്കെയും മോചിച്ചിടുന്നു താൻ. ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. സ്തുതിക്കുക, ഘോഷിക്കുക,